എൻ്റെ മലയാള ഭാഷയ്ക്ക് പ്രണാമം. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചേത്തു ഞാനാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചേത്തു ഞാനാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലരിഞ്ഞു മലയാളം, അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലരിഞ്ഞു മലയാളം, അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം, മാമ്പൂവിൻ മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം ഇനിയും നമ്മുടെ ഹൃദയത്തിരുമൊഴി മലയാളം, ഹൃദയത്തിരുമൊഴി മലയാളം, മലയാളം. തുഞ്ചൻ തൻ തിരുനാരായത്തിൻ തുഞ്ചേത്തു ഞാനാടി കൊഞ്ചും കിളിമകൾ പാടി വളർത്തിയ മഞ്ജുതരം മൊഴി മലയാളം, മഞ്ജുതരം മൊഴി മലയാളം. പാലക്കാട്ട് റൗണ്ടിൽ വന്നിട്ട് ചോദിച്ചു, രണ്ടുപേരും ബീഡി പിടിക്കുക. ബീഡി ഇങ്ങനെ ബീഡി പിടിക്കുക അങ്ങടാ പോണേ. ഞങ്ങള് പാലക്കാട് നിന്ന് വരികയാണ്. ഓ, എന്നിട്ട് പാലക്കാട് നിന്ന് വരികയാണ്. അതിനെന്തുകൊണ്ടേ? ഞങ്ങള് കാഴ്ചക്കുളവ് കാണാൻ വന്നാണ്. അതെ, ഓണ വഴി ഒന്ന് പറഞ്ഞു തരീൻ. ഓ, പറഞ്ഞു തരീൻ. കാഴ്ചക്കുളവിൽ ദാശം കൂടി മുടക്കുന്ന 4 ഗോപുരം കണിഞ്ഞിട്ടിരിക്കോട്ടെ. അവിടെ നിന്ന് തിരിയുമ്പോ പറമ്പക്കാണ്ട് ചെറിയ ഗോപുരം, അത്ര കുഴപ്പമില്ല. അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുമ്പോ ടൗൺ ഹാൾ കാണാം. അവിടെ നിന്ന് റൈറ്റ് അങ്ങോട്ട് തിരിഞ്ഞാൽ അതെന്നെ ഇനി കാഴ്ചകളാവും. അപ്പൊ ഈ വന്ന ആൾക്കാർ, പഴയ ആൾക്കാർ, അവര് ചോദിച്ചു ഞങ്ങൾ കാണാൻ വന്നവരാണ്, എത്ര മൈലുണ്ട് ഒന്ന് പറഞ്ഞു തരീൻ. ദൂരം ചോദിച്ചതാ, എത്ര മൈലുണ്ട്? എത്ര ശിവനും പറഞ്ഞു 4 ഉണ്ടായിരുന്നു, 2 ചത്തു, 2 ബാക്കിയുണ്ട്. എടാ അന്തോണി. അപ്പൊ അതാണ് എനിക്ക് എവിടെ പോയാലും, ലോകത്ത് എവിടെ പോയാലും എനിക്ക് തൃശ്ശൂരിൽ നിന്നും കിട്ടുന്ന ഒരു റിസപ്ഷൻ. വടക്കുന്നതിന്റെ മുമ്പിൽ നിൽക്കുകയാളെ, എന്റെ വടക്കുന്നാതേട്ടാ എന്താ വിളിച്ചേ? എന്തേ കാര്യം നടക്കുന്നത് കേട്ടാന്ന് വിളിക്കണോ? അങ്ങനെ തന്നെ തൃശ്ശൂർക്കാരെ ശീലം മനസ്സിലായില്ല എനിക്ക്. ഓ ശരി. പാറമേക്കാവിനെ പോലെ എന്റെ പാറമേക്കാവ് ചേട്ടത്തി തമ്മള്ളിയിലെ ചേട്ടത്തരേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെന്ന് ഇവിടെ. വിചിത്രമാണ്. ഒരാള് പാറമേക്കാവിലേക്ക് തൊഴാൻ, വടക്കുന്നാലിക്ക് തൊഴാൻ കസവും ഉണ്ടൊക്കെ 3-5 മാല അയിലൊക്കെ മേടിച്ചിട്ടിട്ട് പിന്നെ ഓ നമശിവായ ശംഭോ മഹാദേവ ഇവിടെ ഇത്രയുണ്ട് പടി, കുറച്ച് വീതിയ, അത് കവിച്ചു കഴിയുമ്പോൾ കാല് തെറ്റിപ്പോ അതാണ് തൃശ്ശൂരിന്റെ പ്രത്യേകത. ജാതി മത ദേശ ഭേദമന്യേ എല്ലാവരും പറയുന്നൊരു വാക്കാണ് ഈശോ എന്ന് പറയുന്ന ആൾക്കാരാണ്. എപ്പോഴും എപ്പോഴും ഒരു സമിതി എന്നപ്പോൾ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന വലിയ CA-ക്കാർ ഒരു CA ഇന്റർവ്യൂവിന് വന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ചോദിച്ചത്രേ, 5 കൂട്ടിയാൽ എത്രയാണെന്ന് ചോദിച്ചു. സത്യസന്ധമായി നമ്മുടെ ഈ ഒരു സ്ഥാപനമുണ്ട്, KVR CA ക്ലാസ്സിൽ നിന്നും പഠിച്ചിറങ്ങിയ ആ കുട്ടി, അധ്യാപകൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അളവ് പറയരുത്, അതാണ് പ്രിൻസിപ്പൽ. 5 എത്രയെന്ന് കോട്ടിട്ട ആളുകൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 10 എന്ന് പറഞ്ഞു. യു ക്യാൻ ഗോ. പുറത്തിറങ്ങി വന്നപ്പോൾ അടുത്ത ഇന്റർവ്യൂവർ ചോദിച്ചു, ജിജ്ഞാസാപൂർവ്വം ചോദിച്ചു എന്താണ് ചോദിച്ചത്. പറഞ്ഞു 5 എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ 10 എന്ന് പറഞ്ഞ് എന്നോട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അടുത്ത ഉദ്യോഗാർത്ഥി ചെന്നപ്പോൾ ഇതേ ആളുകൾ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. CA-ക്കാരെ ഇന്റർവ്യൂ ചെയ്യാണ്, ഭയങ്കര പഠിപ്പുള്ളവരാണ് കേട്ടോ. വീണ്ടും അയാൾ ചോദിച്ചു 5 കൂട്ടിയാൽ എത്ര? അയാൾ ഇത്തിരി കൂട്ടി പറഞ്ഞു, 5 കൂട്ടിയാൽ 12 എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇന്റർവ്യൂ ബോർഡിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയുടെ മിന്നലാട്ടം കണ്ടു. നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അടുത്തയാളാണ് യഥാർത്ഥ ഉത്തരം പറഞ്ഞത്. മൂന്നാമത് ചെന്ന സമർത്ഥനായ, എനിക്ക് തോന്നുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ഒരാളാണെന്ന് തോന്നുന്നു. അവിടെ ചെന്ന ഉടനെ ഇവർ ചോദിച്ചു 5 കൂട്ടിയാൽ എത്രയും ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എത്ര വരെ ആവാം എന്ന് ചോദിച്ചു.
അപ്പോൾ തന്നെ ആ ഇൻ്റർവ്യൂ ബോർഡ് പറഞ്ഞു യു ആർ അപ്പോയിൻറ്റഡ്. അതാണ് അതിൻ്റെ കാര്യം. 5 കൂട്ടിയാൽ എത്ര വരെ ആക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായും ധാരണ ഉണ്ടാക്കുന്നവരാണ് CA-ക്കാർ. അതുകൊണ്ട് യഥാർത്ഥ കണക്കല്ല അവരുടെ കണക്ക്. അതിൻ്റെ ഒരു തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രമാണ് പഠനം കഴിഞ്ഞാൽ ആവശ്യം. അമിതിന് സുധീർ മാഷിന് മൊമെന്റ് നൽകി ആദരിക്കുകയാണ്. മലപ്പുറംകാരുടെ ശക്തി നമുക്ക് വിളിച്ചോദിക്കുന്ന അമിതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. നായകത്വം വഹിച്ച ശ്രീ പെരുവനം സതീശൻ മാരാരുടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഓണ സന്ദേശം നമുക്ക് അദ്ദേഹം തരുന്നതാണ്. മീഡിയയിലെ നിറ സാന്നിധ്യമാണ് അദ്ദേഹം. എപ്പോഴും നമുക്ക് മീഡിയയിൽ അദ്ദേഹത്തെ കാണാം. ഈ വലിയ കലാകാരന് നിങ്ങളെല്ലാവരും കയ്യടിയോട് കൂടിയിട്ട് അദ്ദേഹത്തെ ആദരിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് കയ്യടിയോടുകൂടി ഈ വലിയ കലാകാരനെ ഒന്ന് ആദരിക്കണം. കാരണം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം തന്ന് ഞങ്ങളെ സ്വീകരിച്ച അദ്ദേഹത്തിന് അക്കാദമിയുടെ സ്വന്തമാണ് അദ്ദേഹം. ഇത്രയും വൈകിട്ട് നമ്മളെ കാണാതെ എത്തി. അദ്ദേഹത്തിന് പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും. ശിശുമാരുടെ നന്ദി, അത്രയും സന്തോഷമുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. പ്ലീസ് എല്ലാവരും വളരെ കൈകളിലൂടെ അദ്ദേഹത്തെ സ്വീകരിക്കണം.
എല്ലാവർക്കും അക്കാദമിയുടെ പേരിലൂടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു.